ഫിലിം സ്റ്റഡീസിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ട്രിപ്പ് ടു ദ മൂൺ എന്നുള്ള ഫിലിം ആരാണ് ഡയറക്റ്റ് ചെയ്തത്? എ ട്രിപ്പ് ടു ദ മൂൺ എന്നുള്ളത് 1902 ഇറങ്ങിയ പടമാണ്. ജോർജസ് മിലിയാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് നെറേറ്റീവ് ഫിലിംസ് ആണ്. ജൂൾസ് വെർണയുടെയും അതുപോലെ തന്നെ H.G. വെൽസിൻ്റെ വർക്ക്സിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വർക്കാണ് ട്രിപ്പ് ടു ദ മൂൺ എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ആസ്ട്രോണമേഴ്സ് മൂണിൽ ഒരു ക്യാപ്സ്യൂളിനകത്ത് പോവുകയാണ്, ട്രാവൽ ചെയ്യുവാണ്. ആൻഡ് ഈ ജോർജസ് മിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡയറക്ടർ എന്ന് പറയുന്നത് വളരെ ഒരു മജീഷ്യനായിട്ടുള്ളൊരു ഫിലിം മേക്കറാണ് കേട്ടോ. സ്പെഷ്യൽ ഇഫക്റ്റ് ഒക്കെ കൊണ്ടുവന്നതും ഒക്കെ ഇദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ആ ഫിലിമിനെ തന്നെ വളരെ യുണീക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു റോക്കറ്റ് മൂണിൻ്റെ ഫേസിൽ ഹിറ്റ് ചെയ്യുന്ന ആ ഒരു ഐക്കോണിക് ഇമേജ് ഒക്കെ ഇപ്പോഴും ഫേമസ് ആയിട്ടുള്ളൊരു ഇമേജാണ്. പ്രാക്ടിക്കൽ എഫക്റ്റിലും ഇലാബറേറ്റ് ആയിട്ടുള്ള സെറ്റാണ് ഈ ഒരു മൂവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം സയൻസ് ഫിക്ഷൻ മൂവീസിനൊക്കെ പിന്നെ ഈ ഒരു പിന്നെ വന്നിരുന്ന സയൻസ് ഫിക്ഷൻ മൂവീസിനൊക്കെ ഈ ഒരു മൂവി നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. കൈനറ്റോഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റോഗ്രാഫ് എന്ന് പറയുന്നത് തോമസ് എഡിസണും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള വില്യം കെന്നഡി, ലോറി ഡിക്സണും കൂടി കണ്ടുപിടിച്ചതാണ്. ഏർലിയസ്റ്റ് മോഷൻ പിക്ചർ ക്യാമറയാണ് ഇതിനെ വിളിക്കുന്നത്. പിന്നെ 1880s അല്ലെങ്കിൽ 1890s ഏർലിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് കണ്ടിന്യൂസ് ഫ്രെയിം ബൈ ഫ്രെയിം ഫിലിം ക്യാപ്ചറാണ് ഇത് അലോ ചെയ്തിരുന്നത്. എഡിസന്റെ ലബോറട്ടറിയിൽ കൈനറ്റോസ്കോപ്പ് ക്രിയേറ്റ് ചെയ്തു. കൈനറ്റോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? വ്യൂ, അതായത് ഫിലിംസ് വ്യൂ ചെയ്യാനുള്ള ഡിവൈസ് ആണ് കേട്ടോ. ഇത് നമുക്ക് കൈനറ്റോഗ്രാഫ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ. പിന്നെ കൈനറ്റോഗ്രാഫിനകത്ത് സെല്ലോഡ് ഫിലിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ മോഷൻ പിക്ചർ ഇൻഡസ്ട്രിയെ എസ്റ്റാബ്ലിഷ് ചെയ്തതും ഇതിൻ്റെ ഒരു ഇൻവെൻഷനാണ്. ആൻഡ് പിന്നെ ഏർലി ഫിലിം മേക്കിംഗ് ടെക്നോളജിയിലൊക്കെ നല്ല സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ് കൊടുത്ത ആളാണ് എഡിസൺ. ഓക്കെ, ദെൻ ടൈറ്റിൽ ഓഫ് ദ ഫസ്റ്റ് ഇന്ത്യൻ സൗണ്ട് ഫിലിം എന്താണ്? അലം ആര എന്നാണ്. 1931 ഇറങ്ങിയത്. ആർദേഷിർ ഇറാനിയാണ് ഇത് കൊണ്ടുവന്നത്, ഡയറക്റ്റ് ചെയ്തത്. ആൻഡ് സിങ്ക്രണൈസ്ഡ് ഡയലോഗും സോങ്സും ആണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു ലവ് സ്റ്റോറി ബിറ്റ്വീൻ എ പ്രിൻസ് ആൻഡ് എ ജിപ്സി ഗേൾ, അതായിരുന്നു ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. 7 സോങ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബോളിവുഡിൽ മ്യൂസിക്കൽ ട്രഡീഷൻ കൊണ്ടുവരുന്നത്. അലം ആര ഒരു മാസീവ് സക്സസ് ആയിരുന്നു. ഒരുപാട് ആളുകൾ ഇത് കണ്ടു. ആൻഡ് അങ്ങനെയാണ് ഒരുപാട് ടോക്കി ഫിലിംസ് ഇറക്കാൻ തുടങ്ങിയത് ഇന്ത്യയിൽ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ കോപ്പീസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല ഈ ഒരു മൂവിയുടെ. ക്രെയിൻ ഷോട്ട് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ടൈപ്പ് ഓഫ് ക്യാമറ മൂവ്മെൻ്റ് ആണ്. വേറെ ക്യാമറ ഒരു ക്രെയിനകത്ത് മൗണ്ട് ചെയ്ത് വെച്ചേക്കും. ആൻഡ് ഹൈ ആംഗിൾ അല്ലെങ്കിൽ ഡൈനാമിക് ഷോട്ട്സ് ഇതൊക്കെ അലോ ചെയ്യുന്നുണ്ട്. ക്രെയിൻ ഷോട്ട്സ് ശരിക്കും പറഞ്ഞ് ലാർജ് ക്രൗഡ് അല്ലെങ്കിൽ ഡ്രമാറ്റിക് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസിന് വേണ്ടിയാണ് ക്രെയിൻ ഷോട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് മൂവ്മെൻറ്റ് വളരെ സ്മൂത്ത് ആയിരിക്കും. സിനിമാറ്റിക് ഫ്ലൂയിഡിറ്റി ഒക്കെ അലോ ചെയ്യും. ആൽഫ്രഡ് ഹിച്ചോക്ക് ഉണ്ട്, ഓർസൺ വെൽസ് ആൻഡ് മാർട്ടിൻ സ്കോർസീസ് ഒക്കെയാണ് ക്രെയിൻ ഷോട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന ആളുകൾ. മോഡേൺ ഫിലിംസും ക്രെയിൻ ഷോട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡ്രോണും വെച്ചിട്ടും അവർ ഷൂട്ട് ചെയ്യാറുണ്ട്. ക്രെയിൻ ഷോട്ട്സ് നമുക്ക് എക്സ്ട്രീം ക്ലോസപ്പ് അല്ലെങ്കിൽ വൈഡ് ഷോട്ട് വളരെ ഈസി ആയിട്ട് കാണിച്ചു തരാൻ പറ്റും. ദെൻ ക്രോസ് കട്ടിംഗ് അല്ലെങ്കിൽ പാരലൽ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ക്രോസ് കട്ടിംഗ് അല്ലെങ്കിൽ പാരലൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു എഡിറ്റിംഗ് ടെക്നിക്കാണ്. 2 or 3 സീൻസ് ഇങ്ങനെ സൈമൾട്ടേനിയസ്ലായിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കും. സസ്പെൻസ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് തിമാറ്റിക് കണക്ഷൻസ് സീനുകളിൽ തമ്മിൽ ക്രിയേറ്റ് ചെയ്യും. D.W. ഗ്രിഫിത്ത് ആണ് ഇതിനെ പോപ്പുലറൈസ് ചെയ്തത്, അദ്ദേഹത്തിന്റെ മൂവി ആയിട്ടുള്ള ദ ബർത്ത് ഓഫ് എ നേഷനകത്ത്. അതൊരു ആക്ഷൻ ആൻഡ് ത്രില്ലർ ഫിലിം ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആക്ഷൻ ആൻഡ് ത്രില്ലർ ഫിലിംസിന് വേണ്ടിയാണ് ഈ ഒരു ക്രോസ് കട്ടിംഗ് അല്ലെങ്കിൽ പാരലൽ എഡിറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദ ഗോഡ് ഫാദർ എന്നുള്ള മൂവിക്കകത്ത് ക്രോസ് കട്ടിംഗ് സീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാപ്റ്റിസം കാണിക്കാനും മൾട്ടിപ്പിൾ അസാസിനേഷൻ, അതായത് ബാപ്റ്റിസവും കാണിക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ വേറൊരു സ്ഥലത്ത് നടക്കുന്ന ഒരുപാട് കൂട്ടക്കൊലയും കാണിക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ അസാസിനേഷൻസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ നറേറ്റീവ് കോംപ്ലക്സിറ്റി എൻഹാൻസ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ് ഇത് കാണിക്കുന്നത്. ഇനി മീഡിയം ലോങ് ഷോട്ട് അല്ലെങ്കിൽ MLS എന്ന് വെച്ചാൽ എന്താണ്? സബ്ജക്റ്റിനെ എറൗണ്ട് ദ നീസ് അപ്പ്, അവിടെ നിന്നോട്ട് ക്യാപ്ചർ ചെയ്യുന്നതാണ് മീഡിയം ലോങ് ഷോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റിന്റെ ബോഡി ലാംഗ്വേജിനെയും ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിനെയും ബാലൻസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് എഫക്റ്റ് ആണിത്. കൗബോയ് ഷോട്ടെന്നും ഇതിനെ പറയാറുണ്ട്. ബിക്കോസ് വെസ്റ്റേൺ ഫിലിംസിലാണ് ഇതിനെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ക്യാരക്ടറിന്റെ എക്സ്പ്രഷനും ആക്ഷനും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഡയലോഗും മൂവ്മെന്റും ഉള്ള സീനുകളിലാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. വിഷ്വൽ പിന്നെന്താണ്, കുറച്ചും കൂടി ഇന്റിമേറ്റ് ആണ് ഇത് ക്ലോസ് ഈ ഒരു മീഡിയം ലോങ് ഷോട്ട് എന്ന് പറയുന്നത്. ക്യാരക്ടേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷന് വേണ്ടിയാണ് ഡയറക്ടേഴ്സ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ എൻഗേജ്മെന്റ് നമുക്ക് കിട്ടും. പിന്നെ ഫിലിംസിലും TV-ലും ഒക്കെ ഇപ്പോൾ അതൊരു കോമൺ ഫ്രെയിമിംഗ് ടെക്നിക്കാണ്. ജംപ് കട്ട് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു എഡിറ്റിംഗ് ടെക്നിക്കാണ്. ടൈം അല്ലെങ്കിൽ പെർസ്പെക്റ്റീവിൽ നിന്നൊരു സഡൻ ഷിഫ്റ്റ്, ഒരു കണ്ടിന്യൂസ് ഷോട്ട് ആയിരിക്കും, പക്ഷെ പെട്ടെന്നൊരു ഷിഫ്റ്റ്, അതിനെയാണ് ജംപ് കട്ട് എന്ന് പറയുന്നത്. സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ഇടയ്ക്ക് ഒരു ഡിസ്ട്രപ്ഷൻ കൊണ്ടുവരുന്നതാണ്, ഒരു ബ്രേക്ക് കൊണ്ടുവരുന്നതാണ് ജംപ് കട്ട് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ആക്ഷൻ പെട്ടെന്നുണ്ടാവുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഫ്രഞ്ച് ന്യൂ വേവ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ജീൻ ലൂക്ക് ഗോഡാർഡൊക്കെയാണ് ഈ ഒരു ജംപ് കട്ട് പോപ്പുലറൈസ് ചെയ്തത്. ഏർജൻസി അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡിസോറിയന്റേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോക്യുമെന്ററീസിലും എക്സ്പെരിമെന്റൽ ഫിലിംസിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ഉണ്ടല്ലോ, ആ ഒരു റൂളിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ടെക്നിക്കാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഇനി ഏത് ഡെക്കേഡിലാണ് സോവിയറ്റ് സിനിമ ഫ്ലറിഷ്ഡ് ആയത്? ഏർലി സോവിയറ്റ് സിനിമ ഫ്ലറിഷ് ചെയ്ത് 1920s ഒരുപാട് ഫിലിം മേക്കേഴ്സ് ആയിട്ടുള്ള സെർജി ഐസൻസ്റ്റൺ, പിന്നെ സിഗ വെർട്ടോ, ഇവരൊക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. മൊണ്ടാഷ് എഡിറ്റിംഗ് ടെക്നിക്കായിരുന്നു ആ സമയത്ത് യൂസ് ചെയ്തിരുന്നത്. ബാറ്റിൽ ഷിപ്പ് പോട്ടംകിൻ എന്നുള്ള 1925 ഐസൻസ്റ്റീൻ്റെ മൂവിക്കകത്ത് ഈ ഒരു മൊണ്ടാഷ് തിയറിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ തീംസും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഒക്കെ ആയിരുന്നു ആ സമയത്ത് ഇറങ്ങിയിരുന്നത്. പ്രൊപ്പഗൻഡ ടൂൾസ് ആയിട്ടായിരുന്നു ഫിലിംസ് ഇറങ്ങിയിരുന്നത്. അതായത് പാർട്ടിക്ക് എന്താണോ പറയാനുള്ളത് അതങ്ങനെ, ഗവൺമെന്റ് എന്താണോ പറയാനുള്ളത് അത് പറയാനുള്ളൊരു ഉപാധിയായിട്ട് മാത്രം. പിന്നെ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു, അതായത് ഒരു കണ്ടിന്യൂറ്റി ഇല്ലായിരുന്നു. പിന്നെ വെസ്റ്റേൺ നറേറ്റീവ് കൺവെൻഷൻസ് എല്ലാം ഇവർ റിജക്ട് ചെയ്തിരുന്നു. ആൻഡ് ഇതൊക്കെയാണ്. പിന്നെ 2 ഡയറക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് പറയുമ്പോൾ ഫ്രാങ്കോയിസ് ട്രുഫ ഉണ്ട്, ജീൻ ലൂക്ക് ഗോഡാർഡ് ഉണ്ട്. ആൻഡ് ട്രുഫയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ദ 400 ബ്ലോസ് എന്നുള്ള മൂവി. അതൊരു ലാൻഡ്മാർക്ക് ഫിലിമാണ്. പിന്നെ ഗോഡാർഡിന്റെ ബ്രത്ത്ലെസ് എന്നുള്ള 1960 റെവല്യൂഷനൈസ്ഡ് എഡിറ്റിംഗ് വിത്ത് ജംപ് കട്ട്സ്. പിന്നെ ഫ്രഞ്ച് ന്യൂ വേവ് എന്ന് പറയുന്ന ഇംപ്രൊവൈസേഷൻ ലൊക്കേഷൻ ഷൂട്ടിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഹാൻഡ് ഹെൽഡ് ക്യാമറാസ് യൂസ് ചെയ്തു ഡയറക്ടേഴ്സിന് ഒരു നാച്ചുറൽ സ്റ്റൈലിന് വേണ്ടി. ട്രഡീഷണൽ ഫിലിം സ്ട്രക്ചേഴ്സ് ഒക്കെ അവർ റിജക്ട് ചെയ്തു. ആൻഡ് അവർ ഫ്രാഗ്മെന്റഡ് സ്റ്റോറി ടെല്ലിംഗ് ആണ് കൊണ്ടുവന്നത്. പിന്നെ ബൈസൈക്കിൾ തീവ്സ് ആരാണ് ഡയറക്റ്റ് ചെയ്തത്? വിക്ടോറിയ ഡെ സെക്ക ആണ് ബൈസൈക്കിൾ തീവ്സ് 1948 ഡയറക്റ്റ് ചെയ്ത ഒരു ഇറ്റാലിയൻ നിയോ റിയലിസം ക്ലാസിക് മൂവിയാണ്. ആൻഡ് ഒരു ഫാദറും സണ്ണും കൂടി സ്റ്റോളൻ ബൈസൈക്കിൾ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ഇൻ പോസ്റ്റ് വാർ ഇറ്റലിയാണ് അത് കാണിക്കുന്നത്. നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സിനെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. റിയലിസം, സോഷ്യൽ ഇഷ്യൂസ്, ഇമോഷണൽ ഡെപ്തിനെ കാണിച്ചിരുന്നു. പിന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിംസ് എവർ മെയ്ഡ് എന്നാണ് ഇതിനെ പറയുന്നത്. സത്യജിത് റായ് ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോർട്ട് റിവേഴ്സ് ഷോർട്ട് എഡിറ്റിംഗിന്റെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഷോർട്ട് റിവേഴ്സ് ഷോർട്ട് എന്ന് വെച്ചാൽ ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണ്. ഡയലോഗ് സീൻസിലാണ് അത് യൂസ് ചെയ്യുന്നത്. 2 ക്യാരക്ടേഴ്സ് തമ്മിൽ അവർ രണ്ടൊരു ക്യാരക്ടേഴ്സ് ഫേസിങ് ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ചെയ്ത് ക്യാമറ ഷൂട്ട് ചെയ്യും. ഫസ്റ്റ് ഷോട്ട് എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടറിനെ കാണിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഷോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദി അതർ ക്യാരക്ടർ. ഈ ടെക്നിക്ക് എന്ന് വെച്ചാൽ ഒരു സ്പേഷ്യൽ കണ്ടിന്യൂറ്റി കാണിക്കാൻ വേണ്ടിയാണ് 180 ഡിഗ്രി റൂൾ ആണെന്ന് യൂസ് ചെയ്യുന്നത്. റിയലിസം കൊണ്ടുവരും കോൺവെർസേഷനിൽ. ഹോളിവുഡ് ഫിലിംസ് ആണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓഡിയൻസ് ഡയലോഗിന്റെ കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. മാച്ച് കട്ട് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു എഡിറ്റിംഗ് ടെക്നിക്കാണ്. 2 വിഷ്വലി സിമിലർ ആയിട്ടുള്ള ഷോട്ടിനെ കണക്ട് ചെയ്യുന്നതാണ് മാച്ച് കട്ട്. സ്മൂത്ത് ആയിട്ട് ട്രാൻസിഷൻ കാണിക്കുന്നു സീൻ ബൈ സീൻ. മോസ്റ്റ് ഫേമസ് എക്സാമ്പിൾ 2001 സ്പേസ് ഒഡിസി എന്നുള്ള മൂവിക്കകത്താണ് ഒരു ബോൺ എങ്ങനെയാണ് സ്പേസ് ഷിപ്പായി മാറുന്നത്. മാച്ച് കട്ട്സ് തിമാറ്റിക് അല്ലെങ്കിൽ വിഷ്വൽ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ടൈം, സ്പേസ് അല്ലെങ്കിൽ ഐഡിയാസിനെ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്നു. പിന്നെന്താണ്? ജംപ് കട്ടിൽ നിന്ന് വ്യത്യസ്തമുള്ളതാണ് ഈ മാച്ച് കട്ട് എന്ന് പറയുന്നത്. പാനിങ്ങും ടിൽറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. പാനിങ്ങും ടിൽറ്റിങ്ങും ക്യാമറ മൂവ്മെന്റ്സ് ആണ്. പാനിങ് എന്ന് വെച്ചാൽ ക്യാമറ ഹൊറിസോണ്ടലി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് പോകുന്നു. മൂവിങ് സബ്ജക്റ്റിനെ കാണിക്കാൻ വേണ്ടിയാണ് അത്. അതായത് ക്യാരക്ടർ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നു. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ഹൊറിസോണ്ടലായിട്ട്. ടിൽറ്റിംഗ് എന്ന് വെച്ചാൽ ക്യാമറ വെർട്ടിക്കലി അല്ലെങ്കിൽ അപ്പ് ഓർ ഡൗൺ മൂവ് ചെയ്യുന്നു. അത് വിഷ്വൽ ഇൻഫർമേഷനെ കാണിക്കാൻ വേണ്ടിയാണ് ആ സീനിന്റെ. പാനിങ് ശരിക്കും പറഞ്ഞ ആക്ഷൻ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് കാണിക്കാനും, ടിൽറ്റിംഗ് സസ്പെൻസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് റിവീൽ ചെയ്യാനാണ് കാണിക്കുന്നത്. 30 ഡിഗ്രി റൂൾ എന്ന് വെച്ചാൽ ക്യാമറ 30 ഡിഗ്രീസ് ബിറ്റ്വീൻ ദ 2 കോൺസിക്യൂട്ടീവ് ഷോട്ട് ഓഫ് ദ സെയിം സബ്ജക്റ്റ് മൂവ് ചെയ്തിരിക്കണം. അപ്പം ജംപ് കട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യും. പിന്നെ വിഷ്വൽ കണ്ടിന്യൂറ്റി കാണും. ആംഗിൾ ചേഞ്ച് ചെയ്തിരിക്കുന്ന 2 സ്മോൾ ആണെങ്കിൽ എഡിറ്റിംഗ് ഒരു വല്ലാത്ത രീതിയിലായി പോകും. ഒരു കൈൻഡ് ഓഫ് ഡിസ്ട്രക്റ്റഡ് ആയി പോകും. ഈ റൂൾ ശരിക്കും പറഞ്ഞാൽ സ്മൂത്ത് ട്രാൻസിഷനെ ഹെൽപ്പ് ചെയ്യും. അത് സിനിമാറ്റിക് ഫ്ലോയ്ക്ക് വേണ്ടിയാണ് ഫിലിം മേക്കേഴ്സ് ഇത് യൂസ് ചെയ്തിരുന്നത്. ഇനി എന്താണ് റീമേക്ക്? റീമേക്ക് എന്ന് വെച്ചാൽ ഒരു എക്സിസ്റ്റിംഗ് ഫിലിമിന്റെ പുതിയ വേർഷൻ, അതാണ് റീമേക്ക്. സ്റ്റോറി ചേഞ്ച് ചെയ്യത്തില്ല, പക്ഷേ സർട്ടൻ എലിമെന്റ്സിനെ ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ കൾച്ചറൽ കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ വിഷ്വൽ കോണ്ടെക്സ്റ്റിലോ ഒക്കെ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എലിമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ മാറ്റാം. എക്സാമ്പിൾ ദ ഡിപ്പാർട്ടഡ് എന്നുള്ള മൂവി ഇൻഫേർണൽ അഫയേഴ്സ് എന്നുള്ള 2002 ഇറങ്ങിയ മൂവിയുടെ റീമേക്കാണ്. ഒരുപാട് ക്ലാസിക്കൽ ഫിലിംസിൻ്റെയൊക്കെ റീമേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് മലയാളത്തിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഒക്കെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നുള്ള റീമേക്സ് ഒക്കെ എഴുതാം, തെലുങ്കിൽ നിന്നുള്ളൊക്കെ. പിന്നെ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഫിലിംസിനെ ഡിജിറ്റൽ ക്യാമറാസ് അല്ലെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ്. ട്രഡീഷണൽ ഫിലിം റീൽസിനെ ഡിജിറ്റൽ ഫോർമാറ്റിലോട്ടാക്കുന്നു.
ഫ്ലെക്സിബിലിറ്റിയും കോസ്റ്റ് ഓഫ് എഫിഷ്യൻസിയും എഡിറ്റിംഗ് ഒക്കെ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സും ഡിജിറ്റൽ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ മോഡേൺ ഫിലിംസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഈ ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങിനെ ബൂസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സിന് കണ്ടന്റ് അഫോർഡബിൾ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ റിയൽ ടൈം എഫക്റ്റും കളർ ഗ്രേഡിങ്ങും ഒക്കെ ഈസിയാണ് ഇതിനകത്ത്. ന്യൂ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് ചെയ്യാം. പിന്നെ ഒരു ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ഫിലിമിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നാണ് ചോദിച്ചേക്കുന്നത്. ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് ഫിലിമിന് ഒരു എക്സാജറേറ്റഡ് സെറ്റ് ആയിരിക്കും. വിഷ്വൽസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. ഡ്രമാറ്റിക് ആയിട്ടുള്ള ലൈറ്റിംഗ് ആയിരിക്കും. ഹൈ കോൺട്രാസ്റ്റ് ഷാഡോസ് യൂസ് ചെയ്യും. വളരെ ഈറി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. എക്സാമ്പിൾ ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി, നോസ്ഫെറാറ്റു, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. നോസ്ഫെറാറ്റു ഇപ്പോൾ വീണ്ടും 2025 ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ വേറൊരു പുതിയ വേർഷൻ പോലെ. അപ്പോൾ മാഡ്നസ്, ഹൊറർ അല്ലെങ്കിൽ ഏലിനേഷൻ ആണ് ഇതിനകത്ത് തീംസ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അൺനാച്ചുറൽ ആംഗിൾസ് ആയിരിക്കും. പിന്നെന്താണ്, ഹൊറർ ജേണേഴ്സ് ആയിരിക്കും കൂടുതൽ ഇത് എക്സ്പ്രഷനിസ്റ്റ് സിനിമാസ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. പോസ്റ്റ് വേൾഡ് വാർ ഫസ്റ്റ് ജർമ്മനിയിലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ടുള്ളത് റിയലിസത്തിനെ റിജക്ട് ചെയ്യും. നനൂക്ക് ഓഫ് ദ നോർത്ത് ആരാണ് ഡയറക്ട് ചെയ്തത് ആൻഡ് വാട്ട് വാസ് ഇറ്റ് അബൌട്ട്? റോബർട്ട് എച്ച് ഫ്ലഹേർട്ടി ആണ് നനൂക്ക് ഓഫ് ദ നോർത്ത് 1922 ഡയറക്ട് ചെയ്തത്. ഫസ്റ്റ് ഫീച്ചർ ലെങ്ത് ഡോക്യുമെന്ററി ആണ്. ഒരു ഇന്യൂട്ട് ഹണ്ടറിന്റെ, അതായത് നനൂക്ക് എന്നുള്ളൊരു ഇന്യൂട്ട് ഹണ്ടറിന്റെ ലൈഫ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ആർട്ടിക് റീജിയനിൽ സർവൈവ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ സ്ട്രഗിൾ എന്തൊക്കെയാണെന്ന്. പിന്നെ നറേറ്റീവ് ടെക്നിക്സും റിയാലിറ്റി ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് എത്നോഗ്രാഫിക് ഡോക്യുമെന്ററി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ലാൻഡ്മാർക്ക് ഇതാണ് ഡോക്യുമെന്ററി ഫിലിം മേക്കിങ്ങിൽ. സിഗ്നിഫിക്കൻസ് ഓഫ് ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ ഇന്ത്യൻ സിനിമ. അദ്ദേഹത്തിന് ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് രാജാ ഹരിശ്ചന്ദ്രയാണ്. അദ്ദേഹം ഡയറക്ട് ചെയ്ത് 1913 അത് ഇറങ്ങിയത്. ഫസ്റ്റ് ഫുൾ ലെങ്ത് ഇന്ത്യൻ ഫീച്ചർ ഫിലിമാണ് രാജാ ഹരിശ്ചന്ദ്ര. പിന്നെ ഫോറിൻ ഫിലിംസും ഒക്കെ വെച്ചിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താണ്, മിത്തോളജിക്കൽ ആയിട്ടുള്ള മൂവീസും ഉണ്ട്. അതൊക്കെ ഇന്ത്യൻ ഓഡിയൻസ് ഒരുപാട് അപ്പീലിംഗ് ആയിരുന്നു. വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ് ഒക്കെ അദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയിൽ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന്റെ പേരിലാണ്, ഓണർ ചെയ്യാൻ വേണ്ടിയാണ് പേരിൽ വെച്ചേക്കുന്നത്. ഓക്കെ, ദെൻ മലയാളം സിനിമയുടെ പ്രോഗ്രസ് എന്താണ്? 1950s വരെ. പ്രോഗ്രസ് ഇൻ ദ 1950s, അതായത് സോഷ്യൽ റിയലിസം ആയിരുന്നു മൂവീസ് ഇറങ്ങിയതെല്ലാം. ലിറ്ററേച്ചറിലും ഡ്രാമയിലൊക്കെ സോഷ്യൽ റിയലിസം ആയിരുന്നു. പോവേർട്ടി, കാസ്റ്റ്, ഫാമിലി സ്ട്രഗിൾ ഒക്കെ ആയിരുന്നു കാണിച്ചിരുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഫിലിംസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇറങ്ങിയിരുന്നത് മൊത്തം പോവർട്ടി, കാസ്റ്റ് ആൻഡ് ഫാമിലി സ്ട്രഗിൾസിനെ കുറിച്ചും. എക്സാമ്പിൾ ന്യൂസ് പേപ്പർ ബോയ് ഡയറക്റ്റഡ് ഇൻ 1955. അതാണ് ഫസ്റ്റ് നിയോ റിയലിസ്റ്റ് ഫിലിം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. വൺ ഓഫ് ദി ഫസ്റ്റ് നിയോ റിയലിസ്റ്റ് ഫിലിംസ് ഇൻ ഇന്ത്യ. ആൻഡ് ഉദയ, അതുപോലെ തന്നെ മെറിലാൻഡ് പോലുള്ള സ്റ്റുഡിയോസ് ഒക്കെ വന്നു. മ്യൂസിക്കും സോങ്സും ഇമ്പോർട്ടന്റ് ആയിട്ട് മാറി. രാമു കാര്യാട്ടിനെ പോലുള്ള ഡയറക്ടേഴ്സ് ഒക്കെ ആർട്ടിസ്റ്റിക് സിനിമാസ് ഇറക്കാൻ തുടങ്ങി. പിന്നെ പതുക്കെ മിത്തോളജി തീംസിൽ നിന്ന് പതുക്കെ ഇൻഡസ്ട്രി എന്ത് ചെയ്യാണ്, ഗ്രാജുവലി മൂവ്ഡ് ആയി. 1950s ആയിരുന്നു ഫൗണ്ടേഷൻ ഓഫ് മലയാളം സിനിമ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ദെൻ അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്ങോ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മോസ്റ്റ് കോമൺ ക്യാമറ പൊസിഷൻ ഇൻ ടേംസ് ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദ സബ്ജക്റ്റ്, അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസപ്പ്, എക്സ്ട്രീം ക്ലോസപ്പ്, മീഡിയം ഷോട്ട്, മീഡിയം ലോങ് ഷോട്ട്സ്, എക്സ്ട്രീം ലോങ് ഷോട്ട്സ്, ഇതാണ് എഴുതേണ്ടത്. ഇപ്പോൾ ക്യാമറ പൊസിഷന്റെ കാര്യം പറയുവാണെങ്കിൽ, അപ്പോൾ എക്സ്ട്രീം ക്ലോസപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ഡീറ്റെയിലിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. കൈ അല്ലെങ്കിൽ കാല്, ഒരു ഇന്റിമസിക്ക് വേണ്ടിയായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലോസപ്പ് എന്ന് വെച്ചാൽ ക്യാരക്ടറിന്റെ ഫേസ്, ഇമോഷൻസ് ഒക്കെ കാണാൻ വേണ്ടി. മീഡിയം ഷോട്ട് എന്ന് വെച്ചാൽ എന്താണ്, സബ്ജക്റ്റിനെ വേസ്റ്റിൽ നിന്ന് മുകളിലോട്ട്. ഓക്കെ, അതാണ്. പിന്നെ മീഡിയം ലോങ് ഷോട്ട് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ഫ്രം നീസ് തൊട്ട് അപ്പ് വരെ, അത് ഡയലോഗ്സിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ലോങ് ഷോട്ട് എന്ന് വെച്ചാൽ സബ്ജക്റ്റിനെ ഫുള്ളി വിത്തിൻ ദ ഫ്രെയിം കാണിക്കും. എക്സ്ട്രീം ലോങ് ഷോട്ട് എന്ന് വെച്ചാൽ വാസ്റ്റ് ലാൻഡ്സ്കേപ്പും ബാക്ക്ഗ്രൗണ്ടും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ക്യാരക്ടേഴ്സ് സ്മോൾ ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. ഇനി അടുത്ത സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് എങ്ങനെയാണ് മിസോസീനകത്ത് വരുന്നത്. അപ്പോൾ സെറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റ് എന്നാണ്. അതൊരു ഫിലിം സ്റ്റോറി എവിടെയാണോ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, ലൊക്കേഷൻസ്, ആർക്കിടെക്ചർ, പ്രോപ്പർട്ടീസ്, ടൈം പീരീഡ്സ്, ഇതിനെയൊക്കെ. അപ്പോൾ ഒരു കെയർഫുള്ളി ഡിസൈൻഡ് സെറ്റിംഗ് ആണ് വേണ്ടത്. എക്സാമ്പിൾ ഗോതിക് മാൻഷൻസ് ഒക്കെയാണ് ഹൊറർ ഫിലിംസിൽ യൂസ് ചെയ്യുന്നത്. അർബൻ സെറ്റിംഗ്സ് ഒക്കെയാണ് ഈ ക്രൈം ഫിലിംസിൽ റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള ഡിലമാസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പീരിയഡ് ഫിലിംസ് ആണെങ്കിൽ ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് വേണം യൂസ് ചെയ്യാൻ. സ്കൈഫൈ മൂവീസ് ആണെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സെറ്റിംഗ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡയറക്ടേഴ്സ് ശരിക്കും പറഞ്ഞാൽ മൂഡ് ആൻഡ് ടോൺ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് സെറ്റിംഗ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ ഫേസ് എന്ന് വെച്ചാൽ എന്താണ് ഫിലിം മേക്കിങ്ങിൽ? പോസ്റ്റ് പ്രൊഡക്ഷൻ ഫേസ് എന്ന് വെച്ചാൽ അതൊരു ഫൈനൽ ഫേസ് ആണ്. ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ളതാണ്. എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈൻ, വിഷ്വൽ ഇഫക്റ്റ്, കളർ ഗ്രേഡിംഗ് ഒക്കെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഫേസിൽ ചെയ്യുന്നത്. എഡിറ്റേഴ്സ് എല്ലാം കൂടി അസംബിൾ ചെയ്ത് റോ ഫുട്ടേജിനെ ഒരു കൈൻഡ് ഓഫ് ഒരു പോളിഷ്ഡ് ആക്കി മാറ്റുന്നു. സൗണ്ട് ഡിസൈനേഴ്സും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഡയലോഗും സിഗ്നലൈസേഷനും എഫക്റ്റും ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നു. VFX ആർട്ടിസ്റ്റുകൾ വിഷ്വൽസിനെ എൻഹാൻസ് ചെയ്യുന്നു, സ്പെഷ്യൽ എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്യുന്നു. കളർ ഗ്രേഡിംഗ്, ലൈറ്റിംഗും കളർ ടോൺസും എല്ലാം കൺസിസ്റ്റൻസിന് വേണ്ടി ചെയ്യുന്നു.
ചെയ്യുന്നു. അപ്പം അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ എന്താണ്, ഫോളോ ആർട്ടിസ്റ്റുകൾ സൗണ്ട് എഫക്ട്സ് ഒക്കെ റിയലിസത്തിന് വേണ്ടി കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഫൈനൽ പ്രോഡക്റ്റ് ആണ് ബിഫോർ എന്താണ് ചെക്ക് ചെയ്തിട്ടൊക്കെ ഡിസ്ട്രിബ്യൂഷന് ഇറക്കത്തോളൂ. അപ്പോൾ ഒരു ഫിലിമിനെ റിഫൈൻ ചെയ്യുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഫേസ് ആണ്. ഇനി ഓട്ടോ തിയറി എന്ന് വെച്ചാൽ എന്താണ്? ഓട്ടോ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ ആയിരിക്കും പ്രൈമറി ക്രിയേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്ന ഫിലിമിൻ്റെ പിന്നിൽ. അത് ഫ്രഞ്ച് ക്രിറ്റിക്സ് ആയിട്ടുള്ള ഫ്രാങ്കോയിസ് ട്രുഫോ ഒക്കെയാണ് പോപ്പുലറൈസ് ചെയ്ത ഈ ഒരു തിയറി. ഡയറക്ടറിൻ്റെ വിഷനും സ്റ്റൈലും തീംസും ആണ് ഫിലിംസിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് ഓട്ടോ തിയറി എന്ന് പറയുന്നത്. ആൽഫ്രഡ് ഹിച്ച്കോക്ക്, അക്കീറ കുറോസോവ, ഇഗ്മർ ബെർഗ്മാൻ ഇതൊക്കെയായിരുന്നു ഓട്ടോ ഫിലിം തിയറിസ്റ്റുകളെന്ന് പറഞ്ഞിരുന്നത്. ആൻഡ് അവരുടെ ഫിലിംസിനകത്ത് റിക്കറിംഗ് ആയിട്ടുള്ള മോട്ടീവ്സ്, സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്സ്, വിഷ്വൽ ടെക്നിക്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരുന്നു. അവരായിരിക്കും റൈറ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത് അവരുടെ വർക്ക്. ഇപ്പോൾ സ്റ്റുഡിയോ സിസ്റ്റം ആയിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്യുന്ന. മൾട്ടിപ്പിൾ പീപ്പിൾ കാണും പ്രൊഡക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ. ക്രിറ്റിക്സ് ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം മേക്കിംഗ് കൊളാബറേറ്റീവ് ആണ്, അല്ലാതെ സോൾലി ഡയറക്ടർ ഡ്രിവൺ ആകരുത് എന്നാണ് ക്രിറ്റിക്സ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഒറ്റ തിയറിയെ. ഇനി ഇറ്റാലിയൻ ന്യൂ റിയലിസ്റ്റ് ഫിലിംസിന്റെ പ്രത്യേകതകൾ എന്താണ്? അത് വേൾഡ് വാർ II ശേഷമാണ് എമർജ് ചെയ്തത്. റിയൽ ലൈഫ് സ്ട്രഗിൾസ് ആണ് കാണിച്ചിരുന്നത്. ലൊക്കേഷനിൽ തന്നെയായിരുന്നു, ഷോട്ട് ഓൺ ലൊക്കേഷൻ ആയിരുന്നു, നാച്ചുറൽ ലൈറ്റിങ്ങും, നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സ് ആയിരിക്കും. വർക്കിംഗ് ക്ലാസ് പോവർട്ടി ആൻഡ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആയിരിക്കും തീംസ്. ബൈസൈക്കിൾ തീംസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൂവി. അവർ ആർട്ടിഫിഷ്യലായിട്ട് ഹോളിവുഡ് ഗ്ലാമറിനെയൊക്കെ റിജക്ട് ചെയ്തിട്ട് റോ ഫിലിം മേക്കിങ്ങിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഡയലോഗ്സ് ഒക്കെ ഓഫൺ അൺസ്ക്രിപ്റ്റഡ് ആയിരിക്കും, റിയലിസ്റ്റിക് ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടി. പിന്നെന്താണ്, റോബർട്ടോ റോസലീനി, ലുചിനോ വിസ്കോണ്ടി ഇതൊക്കെയായിരുന്നു ഈ ഒരു ഇതിനെ സ്റ്റൈലൈസ് ചെയ്തിരുന്നത്. പിന്നെ ക്ലാസി ഹോളിവുഡ് സിനിമയുടെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ നറേറ്റീവ് ആയിരിക്കും, കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ആണുള്ളത്, 180 ഡിഗ്രി റൂൾ ആയിരിക്കും, ഷോർട്ട് റിവേഴ്സ് ഷോട്ടാണ് യൂസ് ചെയ്തിരുന്നത്. പ്രൊട്ടാഗണിസ്റ്റിനെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, അയാളുടെ ഗോൾസും ഒബ്സ്റ്റക്കിൾസും ഒക്കെ. ഒരു ലോജിക്കൽ പ്രോഗ്രഷൻ കാണും. പിന്നെന്താണ്, എക്സ്പെരിമെന്റൽ ടെക്നിക്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിരിക്കും. 3 ആക്ട് സ്ട്രക്ചർ ആയിരിക്കും, റൈസിംഗ് ആക്ഷൻ, ക്ലൈമാക്സ്, റെസൊല്യൂഷൻ. മ്യൂസിക്കും സിനിമാറ്റോഗ്രഫിയും കാണും. ഇതൊക്കെയായിരുന്നു. ഗോൾഡൻ നിറ എന്ന് പറയുന്നത് 1930s 1950s ആയിരുന്നു. പിന്നെ മോസ്റ്റ് കോമൺ മോഡ്സ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറയുമ്പം പേസ് ഉണ്ട്, മൂഡുണ്ട്, നെറേറ്റീവ് ഓഫ് എഡിറ്റിംഗ് എന്ന് വെച്ചാൽ പേസ്, മൂഡ് ആൻഡ് നെറേറ്റീവ് ഓഫ് ഫിലിമിനെ ഷേപ്പ് ചെയ്യുന്നതാണ്. കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് അല്ലെങ്കിൽ ഇൻവിസിബിലിറ്റി എഡിറ്റിംഗ് സ്മൂത്ത് ട്രാൻസിഷനെ കാണിക്കുന്നു. 180 ഡിഗ്രി റൂളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എക്സാമ്പിൾ കാസബ്ലാങ്ക 1942 ഇറങ്ങിയത്. മൊണ്ടാഷ് എഡിറ്റിംഗ് ആണ് അടുത്തത്. ഐസൻസ്റ്റീൻ ആണ്, സെർജി ഐസൻസ്റ്റീൻ ആണ് കൊണ്ടുവന്നത്. ജസ്റ്റ് പൊസിഷനിലൂടെ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നു. ബാറ്റിൽ ഷിപ്പ് പോട്ടംകിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്. പിന്നെ ക്രോസ് കട്ടിംഗ് എഡിറ്റിംഗ് അല്ലെങ്കിൽ പാരലൽ എഡിറ്റിംഗ് ഉണ്ട്. 2 സൈമൾട്ടേനിയസ് സീനുകൾ തമ്മിൽ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഗോഡ് ഫാദറിലെ ബാപ്റ്റിസവും അസാസിനേഷനും തമ്മിലുള്ള സീൻസ്. ജംപ് കട്ട് ബ്രെത്ത്ലെസ് എന്നുള്ള മൂവിക്കകത്തുണ്ട്. കണ്ടിന്യൂറ്റി എഡിറ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്ത മാച്ച് കട്ട് ഉണ്ട്, അത് സ്പേസ് ഒഡിസി 2001 സ്മാഷ് കട്ട്സ് എന്ന് പറയുന്നുണ്ട്, അബ്രപ്റ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻ ആയിരിക്കും. എക്സാമ്പിൾ വിപ്ലാഷ് എന്നുള്ള മൂവിക്കകത്തുണ്ട്. ഇനി മേജർ ആർഗ്യുമെന്റ്സ് റിഗാർഡിംഗ് ദ ക്വസ്റ്റ്യൻ ഓഫ് ഫിഡിലിറ്റി ഇൻ അഡാപ്റ്റേഷൻ സ്റ്റഡീസ്. അതായത് ഒരു ബുക്കിൽ നിന്ന് നമ്മളൊരു സിനിമയാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ആ ഒരു അഡാപ്റ്റേഷൻ സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ ഓഫ് ഫിഡിലിറ്റി എന്താണ്? അതായത് ഫിഡിലിറ്റി ഇപ്പം അഡാപ്റ്റേഷൻ സ്റ്റഡീസ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് വെച്ചാൽ ബുക്ക് അല്ലെങ്കിൽ പ്ലേസ് അല്ലെങ്കിൽ റിയൽ ലൈഫ് ഇവന്റ്സിനെ ഫിലിമിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്തുമാത്രം എന്താ പറയുക സിൻസിയർ ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ട്രൂ സോഴ്സിൻ്റെ അടുത്ത് എങ്ങനെ ട്രൂ ആയിട്ട് അതല്ലെങ്കിൽ ഒതന്റിക് ആയിട്ടാണോ നിൽക്കുന്നത്? ഇപ്പോൾ ബുക്കിനകത്ത കണക്ക് തന്നെയാണോ ചെയ്തിരിക്കുന്നത്, അതാണ് ട്രൂ ആയിട്ട് തന്നെയാണോ പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഡാപ്റ്റേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിക്കും ക്രിറ്റിക്സ് പറയുന്ന ഒറിജിനൽ തീം ആൻഡ് സ്ട്രക്ചറിനെ പ്രിസർവ് ചെയ്തിട്ട് വേണം ചെയ്യാനെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ദ ലോർഡ് ഓഫ് ദ റിങ്സ് എന്നുള്ള മൂവി, അത് ആ ബുക്കിനകത്ത് എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. എന്താണ് പക്ഷേ കുറച്ച് സിനിമാറ്റിക് ബേസിങ്ങിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫിഡിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ ലിമിറ്റ് ചെയ്യുക. അപ്പം ഒരുപാട് സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ ബുക്കിലെ കണക്ക് തന്നെ നമുക്ക് സിനിമയ്ക്കകത്ത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പം ഒരുപാട് സ്ട്രിക്റ്റ് ആവാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പക്ഷേ ക്രിറ്റിക്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് മെറിറ്റും കൾച്ചറൽ ഇമ്പാക്റ്റും ഒക്കെ നോക്കി വേണം ചെയ്യാൻ. ഒരുപാട് അങ്ങ് മാറ്റങ്ങൾ വരുത്തരുത്. കൺസിഡർ ഹിച്ച്കോക്ക് സൈക്കോ ആസ് എ സസ്പെൻസ് ത്രില്ലർ. സൈക്കോ എന്ന് വെച്ചാൽ ലാൻഡ്മാർക്ക് സസ്പെൻസ് ത്രില്ലറാണ്. ഞാൻ അതിനെക്കുറിച്ച് ഓഡിയോ ചെയ്തിട്ടുണ്ട്, സൈക്കോ എന്നുള്ള മൂവിയെക്കുറിച്ച്, അതിൻ്റെ സമറിയെക്കുറിച്ച്. ഒരു സൈക്കോളജിക്കൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. മാരിയോൺ ക്രെയിൻ എന്ന് പറഞ്ഞ ഒരാൾ മണി സ്റ്റീൽ ചെയ്തിട്ട് അയാളൊരു മോട്ടലിലൊരു റൂം എടുക്കുവാണ്. ആൻഡ് അവിടെ ഒരു ഇൻഫേമസ് ഷവർ സീനൊക്കെ ഉണ്ട്. ക്വിക്ക് കട്ട്സും പിയേഴ്സിങ് മ്യൂസിങ്ങും വളരെ ഹൊറർ ഫിലിം മേക്കിംഗ് റീഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണിത്. സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്യാമറ ടെക്നിക്സ് ആണ്, പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്സ് ഉണ്ട്. പിന്നെ എന്താണ് വളരെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ്. അതായത് ഈ ക്യാരക്ടറിന്റെ പ്രൊട്ടാഗണിസ്റ്റിന്റെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയെ കാണിക്കുന്നുണ്ട്. അത് ഓഡിയൻസിനെ വളരെയധികം ഷോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സസ്പെൻസ്ഫുൾ ആണ്, സൈക്കോളജിക്കൽ ഡെപ്ത് ഉള്ളൊരു മൂവിയാണ് സൈക്കോ. അതിന്റെ സമ്മറി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വേറെ ഓഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
നെക്സ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു ക്യാരക്ടർ എന്താണോ കാണുന്നത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്. അത് ഓഡിയൻസിനെ എന്ത് ചെയ്യുന്നു, ഈ ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവിൽ ഓരോ ഇവന്റ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ അലോ ചെയ്യുന്നുണ്ട്. ക്യാമറ ക്യാരക്ടറിന്റെ ഐ ലെവലിലായിരിക്കും, ഐ ലൈൻ മാച്ചിലായിരിക്കും ചെയ്യുന്നത്. ഈ ടെക്നിക്ക് ശരിക്കും പറഞ്ഞൊരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ വിത്ത് ദ വ്യൂവർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹൊറർ ആൻഡ് ത്രില്ലർ ഫിലിംസ് യൂഷ്വലി POV ഷോട്ട്സ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. സൈക്കോ എന്നുള്ള മൂവിക്കകത്ത് ഇതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഗെയിംസും ഒക്കെ ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് കാണിക്കാൻ വേണ്ടി പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട്സിലാണ് കാണിക്കുന്നത്. പിന്നെ 3 പോയിന്റ് ലൈറ്റിംഗ് സിസ്റ്റം എന്താണ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കീ ലൈറ്റ്, ഫിൽ ലൈറ്റ്, ബാക്ക് ലൈറ്റ്, ഇതിനെയാണ് 3 പോയിന്റ് ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കീ ലൈറ്റ് എന്ന് വെച്ചാൽ പ്രൈമറി ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ലൈറ്റ് സോഴ്സ് ആണ്, സബ്ജക്റ്റിനെ ഇലുമിനേറ്റ് ചെയ്ത് കാണിക്കുന്നു. ഫിൽ ലൈറ്റ് എന്ന് വെച്ചാൽ ഷാഡോസിനെ റെഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ബാലൻസ് കൊണ്ടുവരുന്നു. ബാക്ക് ലൈറ്റ് എന്ന് വെച്ചാൽ സബ്ജക്റ്റിന്റെ എഡ്ജസിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഈ ഒരു സിസ്റ്റം ഡെപ്തും റിയലിസവും ഈ ഫിലിമിലും ഫോട്ടോഗ്രാഫിയിലും കൊണ്ടുവരുന്നുണ്ട്. ഫിലിം മേക്കേഴ്സ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഡ്രമാറ്റിക്കൽ അല്ലെങ്കിൽ നാച്ചുറൽ എഫക്ട്സ് കൊണ്ടുവരുന്നത്. ഹൈ കീ ലൈറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ബ്രൈറ്റ് ഈവൻ ലുക്ക് കൊണ്ടുവരും. ലോ കീ ലൈറ്റിംഗ് എന്ന് വെച്ചാൽ ഷാഡോസിനെ എൻഹാൻസ് ചെയ്യും, ഒരു മൂഡി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഈ ഒരു ടെക്നിക്കാണ് ഹോളിവുഡ് ഫിലിംസിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി പൊസിഷൻ ഓഫ് ദി ക്യാമറ ഇൻ എ ലോ ആംഗിൾ ഷോട്ട്. ലോ ആംഗിൾ ഷോട്ട് എന്ന് വെച്ചാൽ ക്യാമറ ബിലോ ദ സബ്ജക്റ്റ് ആയിരിക്കും, ക്യാമറ ലുക്കിംഗ് അപ്വേർഡ് ആയിരിക്കും സബ്ജക്റ്റിനെ. ഈ ഒരു ആംഗിൾ സബ്ജക്റ്റിനെ ലാർജർ ആക്കി മാറ്റാൻ അല്ലെങ്കിൽ ഡോമിനന്റ് ഓർ പവർഫുൾ ആക്കി മാറ്റാനാണ് യൂസ് ചെയ്യുന്നത്. ആക്ഷൻ ഫിലിംസിൽ ഹീറോയുടെ പ്രസൻസിനെ എൻഹാൻസ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് വില്ലനെ കുറച്ചും കൂടി ഇന്റിമിഡേറ്റിംഗ് ആക്കി മാറ്റും ഇത്. ലോ ആംഗിൾ ഷോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്മിറേഷന് വേണ്ടി കാണിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ സിറ്റിസൺ കെയ്ൻ എന്നുള്ള മൂവിക്കകത്ത് ആ കെയ്ൻ എന്നുള്ള ക്യാരക്ടറിന്റെ അതോറിറ്റി കാണിക്കാനാണ് ലോ ആംഗിൾ ഷോട്ട് യൂസ് ചെയ്യുന്നത്. ഇത് എക്സാജറേറ്റ് ചെയ്യാനും ഇമോഷൻസിനെ ഫിയർ, പവർ അല്ലെങ്കിൽ വൾണറബിലിറ്റിയെ കാണിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ബാറ്റിൽഷിപ്പ് പോട്ടംകിൻ ആരാണ് ഡയറക്ട് ചെയ്തത്? സോവിയറ്റ് ഫിലിം മേക്കർ ആയിട്ടുള്ള സെർജി ഐസൻസ്റ്റീൻ ആണ്. 1925 അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേവൽ മ്യൂട്ടിനിയാണ് കാണിക്കുന്നത് എഗെയിൻസ്റ്റ് റഷ്യൻ ഗ്രൂപ്പിനെതിരെ. ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മൊണ്ടാഷ് എഡിറ്റിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒഡീസ സ്റ്റെപ്സ് എന്ന് പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട് ഇതിനകത്ത്. അത് ഏറ്റവും മോസ്റ്റ് സ്റ്റഡീഡ് സീൻസ് ആണ് ഫിലിം ഹിസ്റ്ററിയിൽ. പിന്നെ റാപ്പിഡ് കട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സോവിയറ്റ് ഐഡിയൽസിന്റെ പ്രൊപ്പഗൻഡ സപ്പോർട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഫിലിമാണിത്. ഓക്കെ, പിന്നെ ഫിലിം സ്കൂൾസിലൊക്കെ ഈ ഒരു മൂവിയെ കുറിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ. ചിദംബരം എന്നുള്ള മൂവി മലയാള ഫിലിമാണ്. 1985 G. അരവിന്ദനാണ്. ശ്രീരാമന്റെ ഷോർട്ട് സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഗിൽട്ട്, മൊറാലിറ്റി, റിഡംഷൻ ആണ് കാണിക്കുന്നത്. ശിവഗാമി എന്നുള്ളൊരു സ്ത്രീയുടെ ലൈഫിനെ കുറിച്ചാണ്, അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന ട്രാജഡി. ചിദംബരം പോയറ്റിക് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിനിമൽ ഡയലോഗ്സേ ഉള്ളൂ, സ്ട്രോങ് ആയിട്ടുള്ള ഇമേജസ് ആണ്. നാഷണൽ ഫിലിം അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിമിന് കിട്ടിയിട്ടുണ്ട്. ഫ്യൂഡൽ സിസ്റ്റത്തിനെ, ജെൻഡർ ഓപ്പറേഷനെയൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. വളരെ സ്ലോ പേസ്ഡ് ആയിട്ട് പോകുന്നൊരു മൂവിയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു ഓഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമ്മറി അറിയണമെങ്കിൽ അത് കേൾക്കണം. പിന്നെ ഡീപ് ഫോക്കസ് എന്ന് വെച്ചാൽ എന്താണ്? ഡീപ് ഫോക്കസ് ഒരു സിനിമാറ്റോഗ്രഫിക് ടെക്നിക്കാണ്. ബാക്ക്ഗ്രൗണ്ടും കാണിക്കുന്നു, ഫോർഗ്രൗണ്ടും കാണിക്കുന്നു ഷാർപ്പായിട്ട്. മൾട്ടിപ്പിൾ എലിമെന്റ്സ് ഫ്രെയിമിനകത്ത് ഈക്വലി ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് അപ്പോൾ വ്യൂവേഴ്സിന് എവിടെ നോക്കണം എന്നുള്ളൊരു ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഡീപ് ഫോക്കസ് ടെക്നിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർസൺ വെൽസും ഗ്രെഗ് ടോളന്റുമാണ് പോപ്പുലറൈസ് ചെയ്ത് സിറ്റിസൺ കെയ്ൻ എന്നുള്ള മൂവിക്കകത്ത്. വൈഡ് ആംഗിൾ ലെൻസസും സ്മോൾ ആയിട്ടുള്ള ലെൻസസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡീപ് ഫോക്കസിന് വേണ്ടി. പിന്നെന്താണ്? ഓക്കെ, ഇപ്പം ഇത്രയാണ്. പിന്നെ ക്ലോസപ്സ് എന്ന് വെച്ചാൽ എന്താണ്? സബ്ജക്റ്റിന്റെ ഫേസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ആണ് ക്ലോസപ്സ് യൂസ് ചെയ്യുന്നത്. ഇമോഷൻസ് അല്ലെങ്കിൽ ഫിയർ, ജോയ് ഓർ സാഡ്നെസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ്. ക്യാരക്ടറിന്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റിനെ ഇത് കാണിക്കുന്നു. അത് ഡ്രാമയിലും സസ്പെൻസ് സീൻസിലും ഒക്കെയാണ് ഇത് കൂടുതൽ കാണിക്കുന്നത്. ഹൊറർ ഫിലിംസിൽ ക്യാരക്ടറിന്റെ ഐസിനെ ക്ലോസപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. പിന്നെ പൾപ്പ് ഫിക്ഷൻ എന്നുള്ള മൂവിക്കകത്ത് ഒരുപാട് ക്ലോസപ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ബ്രീഫ് കേസിനെ കാണിക്കാൻ, ഒരു ബ്രീഫ് കേസിന് ഒരു പ്രോപ്പർട്ടി അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ മിസ്റ്റീരിയസ് ആയതുകൊണ്ട് അതിനെ കാണിക്കാൻ വേണ്ടി ക്ലോസപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഡിയൻസിന്റെ അറ്റൻഷന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ക്രൊണോളജിക്കൽ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഈവൻസ് എങ്ങനെയാണോ ഈവൻസിനെ ഓർഡറിൽ എഡിറ്റ് ചെയ്യുക, അതാണ് ക്രൊണോളജിക്കൽ എഡിറ്റിംഗ്. ഒരു ലീനിയർ സ്ട്രക്ചർ, ഒരു ക്ലിയർ ബിഗിനിങ്ങും മിഡിലും എൻഡും കാണും. ലോജിക്കലായിട്ടൊരു സ്റ്റോറി ടെല്ലിംഗ്. ഈ ഒരു മെയിൻ സ്ട്രീം ഫിലിംസ് എല്ലാം മിക്കവാറും ഉള്ളതൊക്കെ ഈ ഒരു അപ്രോച്ചാണ് എടുക്കുന്നത്. ക്ലാരിറ്റിക്ക് വേണ്ടി ബയോപിക്സ്, ഹിസ്റ്റോറിക്കൽ ഡ്രാമാസ്, ക്ലാസിക് ഹോളിവുഡ് ഫിലിംസ് ഒക്കെ ഈ ഒരു ക്രോണോളജിക്കൽ എഡിറ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. നോൺ ലീനിയർ എഡിറ്റിംഗ് എന്ന് വെച്ചാൽ ഇതിന് തികച്ചും ഓപ്പോസിറ്റ് ആണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഒരു പ്രോപ്പർ ലോജിക്കൽ ഓർഡർ കാണത്തില്ല. ഡയജറ്റിക് സൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? എനി ഓഡിയോ ദാറ്റ് എക്സിസ്റ്റ് വിത്തിൻ എ ഫിലിംസ് വേൾഡ്, അതാണ് ഡയജറ്റിക് സൗണ്ട്. ഡയലോഗ്, ഫുഡ് സ്റ്റെപ്സ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ്, അതായത് ഒരു സീനിനകത്തുള്ള സൗണ്ടുകൾ എല്ലാത്തിനെയാണ് ഡയജറ്റിക് സൗണ്ട് എന്ന് പറയുന്നത്. നോൺ ഡയജറ്റിക് സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നറേഷനും, അതാണ് നോൺ ഡയജറ്റിക് സൗണ്ട്. ഇൻസെപ്ഷൻ എന്നുള്ള മൂവിക്കകത്ത് ക്ലോക്കിന്റെ ടിക്കിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഡയജറ്റിക് ആണ്, ടെൻഷനെ കാണിക്കുന്നു.
അപ്പം പിന്നെ സൗണ്ട് ഡിസൈനേഴ്സ് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. എക്കോസ് അല്ലെങ്കിൽ ഡിസ്റ്റോഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറും ഉണ്ട്. അപ്പം ട്രിപ്പ് ടു ദ മൂൺ എന്ന് പറയുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ആ ഒരു മൂവിയുടെ? ജോർജസ് മിലേസിന്റെയാണ് ആ ഒരു മൂവി. 1902 പുറത്തിറങ്ങിയത്. ഫസ്റ്റ് സയൻസ് ഫിക്ഷൻ മൂവീസ് എന്ന് വേണമെങ്കിൽ പറയാം, മൂവി എന്ന് പറയാം. സ്പെഷ്യൽ ഇഫക്റ്റും സ്റ്റോപ്പ് മോഷനും സൂപ്പർ ഇമ്പോസിഷനും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സ്പേസ് ഷിപ്പ് ഹിറ്റിംഗ് ദ മൂൺസ് ഐ ഇതെന്ന് പറയുന്ന ഒരു ഫേമസ് ഇമേജ് ആണ്, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. തിയേറ്ററിക്കൽ ടെക്നിക്കും ഇമാജിനേറ്റീവ് സ്റ്റോറി ടെല്ലിംഗും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഫിലിംസ് ദാറ്റ് ബിലോങ് ടു ദ മൂവ്മെന്റ് ഫ്രഞ്ച് പോയറ്റിക് റിയലിസം. ഫ്രഞ്ച് പോയറ്റിക് റിയലിസം എന്ന് പറയുന്നൊരു ഫിലിം മൂവ്മെന്റ് ആണ്. 30s and 40s ഇറങ്ങിയതാണ് 90s ആൻഡ് 1930s and 40s. റിയലിസം പ്ലസ് ലിറിക്കൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. വർക്കിംഗ് ക്ലാസ് പ്രൊട്ടാഗണിസ്റ്റ് ആയിരിക്കും. സോഷ്യൽ സ്ട്രഗിൾസിനെയാണ് കാണിക്കുന്നത്. കുറച്ച് സാഡ് ടോണിലായിരിക്കും ചെയ്തിരിക്കുന്നത്. ഫെയ്റ്റ് അല്ലെങ്കിൽ ലോസ്റ്റ് ഡ്രീംസിനെ ആയിരിക്കും കാണിക്കുന്നത്. നറേറ്റീവ്സ് എന്ന് പറയുന്ന കുറച്ച് ഡൂംഡ് റൊമാൻസസ് അല്ലെങ്കിൽ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രാജിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെന്താണ് എക്സാമ്പിൾ എന്ന് പറയുന്നത് റൂൾസ് ഓഫ് ദ ഗെയിം ഉണ്ട്. ചിൽഡ്രൻ ഓഫ് പാരഡൈസ് എന്നുള്ള മൂവിയൊക്കെ ഉണ്ട്. സിനിമാറ്റോഗ്രഫി സോഫ്റ്റ് ലൈറ്റിങ്ങും ഡീപ് ഷാഡോസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മിസോസീൻ ആണ്. ലൊക്കേഷൻ അർബൻ ആണ്. ഹാർഷ് റിയാലിറ്റീസ് ഓഫ് സിറ്റി ലൈഫിനെയാണ് കാണിക്കുന്നത്. പിന്നെ വിച്ച് പീരീഡ് ഇസ് റിഗാർഡ് ആസ് എ ഗോൾഡൻ ഏജ് ഓഫ് ഹിന്ദി സിനിമ? അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1940s to 60s കൺസിഡർ ചെയ്യുന്നത്. സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള, ആർട്ടിസ്റ്റിക്കലി റിച്ച് ആയിട്ടുള്ള, കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഫിലിംസും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പ്യാസ എന്നുള്ള മൂവി, ആവാര എന്നുള്ള മൂവി, ദോ ബിഗ സാം എന്നുള്ള മൂവിയൊക്കെ ഈ സമയത്ത് ഇറങ്ങിയതാണ്. സോഷ്യൽ ഇൻക്വാളിറ്റി, പോവർട്ടി, ലവ്, എക്സിസ്റ്റൻഷ്യൽ സ്ട്രഗിൾസ് ഒക്കെ കാണിച്ചിരുന്നു. മ്യൂസിക്കും സോങ്സും ഒക്കെ ഉണ്ടായിരുന്നു. ദിലീപ് കുമാർ, നർഗീസ് ദത്ത്, പിന്നെ ദേവ് ആനന്ദ്, മധുബാല പോലുള്ള ലെജൻഡറി ആക്ടേഴ്സിന്റെ ഒരു എമർജൻസ് തന്നെയായിരുന്നു ഈ ഒരു ഇറ എന്ന് പറയുന്നത്. ന്യൂ ജനറേഷൻ സിനിമ ഇൻ മലയാളം എന്ന് പറയുന്നത് ഏർലി 2010 തുടങ്ങുന്നതാണ്. ഫ്രഷ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കും അൺകൺവെൻഷണൽ ആയിട്ടുള്ള തീമും ആയിരിക്കും. ട്രഡീഷണൽ ആയിട്ടുള്ള മെലോ ഡ്രാമാറ്റിക് സ്റ്റൈലൊന്നും ആയിരിക്കത്തില്ല. റിയലിസം ആയിരിക്കും. കണ്ടംപററി ഇഷ്യൂസ്, എക്സ്പെരിമെന്റൽ നറേറ്റീവ്സ് ആയിരിക്കും. വളരെ നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസസ് ആയിരിക്കും. ഹാൻഡ് ഹെൽഡ് സിനിമാറ്റോഗ്രഫി ആണ്. സോഷ്യലി റെലവെന്റ് തീംസ് ആണ്. ഫോർ എക്സാമ്പിൾ അങ്കമാലി ഡയറീസ്, പിന്നെ മഹേഷിന്റെ പ്രതികാരം, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഒക്കെ ന്യൂ ജനറേഷൻ മൂവീസ് ആണ്. ഫെമിനിസം, ഐഡന്റിറ്റി, പേഴ്സണൽ സ്ട്രഗിൾസ് ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് ആയിരിക്കും. ലോ ബഡ്ജറ്റ് പ്രൊഡക്ഷൻസും ഒക്കെ കാണും. ഓക്കെ, ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ ഒക്കെ കിട്ടിയ ഒരുപാട് ഗ്ലോബൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ ഇറക്കുന്ന മൂവീസ് ആയിരിക്കും ഇതൊക്കെ. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസും ഒക്കെ ഈ ന്യൂ ജനറേഷൻ ഫിലിംസിനെ വൈഡർ ഓഡിയൻസിലോട്ട് എത്തിക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റർ സിമിയോട്ടിക് ട്രാൻസ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർ സിമിയോട്ടിക് ട്രാൻസ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് അഡാപ്റ്റിംഗ് എ വർക്ക് ഫ്രം വൺ ആർട്ടിസ്റ്റിക് മീഡിയം ടു അനദർ. അതായത് കോണ്ടെക്സ്റ്റ് ഓഫ് ഫിലിം അഡാപ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ലിറ്ററേച്ചറിൽ നിന്ന് ആയിരിക്കും ഫിലിമിലോട്ട് മാറ്റുന്നത്, അല്ലെങ്കിൽ തിയേറ്ററിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രാമയാക്കി മാറ്റുന്നത്. അപ്പം നറേറ്റീവ് സ്ട്രക്ചറിൽ ചേഞ്ച് കാണും. വിഷ്വൽ റെപ്രസെന്റേഷനിൽ, സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കിലൊക്കെ മാറ്റങ്ങൾ കാണും. ഫോർ എക്സാമ്പിൾ ഒരു നോവലിനെ ഫിലിമാക്കി മാറ്റുമ്പോൾ അതിന്റെ റിട്ടേൺ ഡിസ്ക്രിപ്ഷൻസിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. ദ ഗോഡ് ഫാദർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് മൂവി ദ ഗോഡ് ഫാദർ, അതൊക്കെ ഒരു മാരി പ്യൂസയുടെ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പ്രൈഡ് ആൻഡ് പ്രെജുഡിസും ഒക്കെ അങ്ങനെ ഇറങ്ങിയ മൂവീസാണ്, ബുക്കിനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയതാണ്. ഇതിലെല്ലാം ഇന്റർ സിമിയോട്ടിക് ട്രാൻസ്പോസിഷൻ എക്സാമ്പിൾ ആണ്. ക്യാരക്ടർ ഡെവലപ്മെന്റിനും തീംസിലും ഒക്കെ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തും. പിന്നെ ഗിൽറ്റ് ഓഫ് എങ്ങനെയാണ് ചിദംബരം എന്നുള്ള മൂവിക്കകത്ത് തീം ഓഫ് ഗിൽറ്റ് വരുന്നത്? കുറ്റബോധം. ഗിൽറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു സെൻട്രൽ തീമാണ് ഈ ക്യാരക്ടേഴ്സിന്റെ ആക്ഷൻസിനെ കാണിക്കാൻ വേണ്ടി. പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ശങ്കരൻ എന്ന് പറയുന്ന മോറൽ ഗിൽറ്റ് ക്യാരി ചെയ്യുന്ന ഒരാളാണ്. സ്റ്റോറി കേട്ടിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കേൾക്കാൻ. പിന്നെന്താണ് ഫിലിം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ അല്ലെങ്കിൽ ഇമോഷണൽ ക്രൈസിസിലോട്ട് എങ്ങനെയാണ് ഗിൽറ്റ് കൊണ്ടുവരുന്നത് ഓരോ ക്യാരക്ടറിനെയും എന്നാണ് കാണിക്കുന്നത്. ശങ്കരന്റെ ജേർണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സൈലും റിഡംഷനിലും ഗിൽറ്റ് കാരണം പോകുന്ന ഒരു ജേർണിയാണ്. ചിദംബരം എന്ന് വെച്ചൊരു സേക്രഡ് ടെമ്പിൾ ടൗൺ ആണ്. അപ്പോൾ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടി ഇതൊരു സൈറ്റ് ആയിട്ടാണ്. അപ്പം മിനിമൽ ഡയലോഗും നല്ല രീതിയിലുള്ള സ്ട്രോങ് ഇമേജസും ആണ് ഉള്ളത്. പേഴ്സണൽ ആയിട്ടുള്ള ഗിൽറ്റ് മാത്രമല്ല, സോഷ്യൽ ഗിൽറ്റും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഷവർ സീൻ ഇൻ സൈക്കോ അത് എങ്ങനെയാണ് സിനിമാറ്റിക്കലി പവർഫുൾ ആവുന്നത്? ഷവർ സീൻ ഇൻ സൈക്കോ എന്ന് വെച്ചാൽ മോസ്റ്റ് ഐക്കോണിക് മൊമെന്റ്സ് ഇൻ ദ ഫിലിം ഹിസ്റ്ററി എന്ന് പറയാം. റാപ്പിഡ് മൊണ്ടാഷ് എഡിറ്റിംഗ് ടെക്നിക്കാണ്. അതായത് 50 ക്വിക്ക് കട്ട്സ് ആണ് 1 മിനിറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഷാർപ്പ് ഹൈ പിച്ച്ഡ് വയലന്റ് മ്യൂസിക് ഉണ്ട്. അത് ആ ഹൊറർ സീന് കുറച്ചുകൂടെ ഹൊറർ ഇന്റൻസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ക്ലോസപ്പും എക്സ്ട്രീം ആംഗിൾസും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കില്ലർ ശരിക്കും പറഞ്ഞാൽ കർട്ടന്റെ ബാക്കിൽ നിന്ന് ഒരു സ്ത്രീയെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ കൊല്ലാൻ വരുവാണ്. അപ്പോൾ ആ ഒരു മിസ്റ്ററി സസ്പെൻസ് ഒക്കെ നമുക്ക് ആ ഷാഡോയിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. സൈക്കോളജിക്കലി ഡിസ്റ്റർബിംഗ് ആണ്. വാട്ടർ, ബ്ലഡ് അതൊക്കെ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് പോവുകയാണ് ആ ഡ്രെയിനേജിലൂടെ. അതെല്ലാം ശരിക്കും പറഞ്ഞാൽ ലൈഫിന്റെ ലോസിനെയാണ് കാണിക്കുന്നത്. പ്രൊട്ടാഗണിസ്റ്റിനെ പെട്ടെന്ന് കൊല്ലുവാണ്. അത് ഓഡിയൻസിനെ വളരെയധികം ഷോക്ക് ചെയ്യുന്നുണ്ട്.
പിന്നെ വുഡ് കട്ടർ എന്നുള്ള ഹൗ ഡസ് ദ വുഡ് കട്ടർ പ്രസൻസ് എ സ്റ്റോറി ഓഫ് ദ ഡിസ്കവറി ഓഫ് സമുറൈസ് ബോഡി ഇൻ ഇസ് ഇനിഷ്യൽ നറേറ്റീവ്. റാഷമോൻ എന്നുള്ള ആ ഒരു മൂവിക്കകത്ത ക്വസ്റ്റൻ ആണ് ഇത്. അതും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അത് സമ്മറി കേട്ടോളണം. അപ്പോൾ വുഡ് കട്ടർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സമുറായുടെ ബോഡി ഡിസ്കവർ ചെയ്യുന്ന ഒരാളായിട്ടാണ്, സീമിംഗ്ലി ഇൻ എ നാച്ചുറൽ വേ. പിന്നെ ബോഡി ഫോറസ്റ്റിലാണ്, അൺടച്ച്ഡ് ആൻഡ് ലൈഫ്ലെസ് ആയിട്ട് ഇയാളാണ് കണ്ടുപിടിക്കുന്നത്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് ഇയാളുടെ അക്കൗണ്ട്, ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പേഴ്സണൽ ഇൻവോൾവ്മെന്റും ഇല്ലാത്ത രീതിയിലാണ് പറയുന്നത്. അയാൾ വൂണ്ടിനെ എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഹൗ വാസ് എ ഫിലിം പ്രോഗ്രസ് എന്താണ്, ഇറ്റ് ക്ലിയേഴ്സ് എന്താണ്, ഇറ്റ് ബിക്കംസ് ക്ലിയർ ദാറ്റ് ഇയാളുടെ വേർഷൻ അൺറിലയബിൾ ആണ്, വിശ്വസിക്കാൻ പറ്റാത്തൊരു വേർഷനാണ്. ഫൈനൽ റെവലേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സംഭവം എന്താണെന്ന് പുറത്തു വരുന്നത്. ഓക്കെ, പിന്നെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് കുറേ പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. സൈക്കോ, ചിദംബരം മൂവി, സൈക്കോ മൂവി, ഇതൊക്കെ നല്ല രീതിയിൽ നോക്കിക്കോണം. സാമുറായിയുടെ മൂവി, അതുപോലെ തന്നെ മറ്റേ റാഷമോൻ മൂവി, ശിവഗാമിയുടെ ക്യാരക്ടർ സ്കെച്ച്, ശങ്കരന്റെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ നോക്കിക്കൊള്ളണം. നേരത്തെ പറഞ്ഞ ചിദംബരം മൂവിയിലെ ഗിൽറ്റ് എന്നുള്ള തീം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കിക്കൊള്ളുക. പിന്നെന്താണ്, ഫോംസ് ഓഫ് എഡിറ്റിംഗ് എന്താണെന്ന് നോക്കുക. എക്സാമ്പിൾ സഹിതം എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫിഡിലിറ്റിയുടെ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, അതിനും എക്സാമ്പിൾ ആയിട്ട് എഴുതുക. 15 മാർക്സ് ക്വസ്റ്റൻ ആയിട്ടൊക്കെയാണ് അത് ചോദിച്ചിരിക്കുന്നത്. പിന്നെ റാഷമോന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ്, ക്ലോസിംഗ് എപ്പിസോഡ് എങ്ങനെയാണ് തീരുന്നതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസിക്കൽ ഹോളിവുഡ് ഫിലിമിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. 30 ഡിഗ്രി 180 ഡിഗ്രി റോള് നോക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസോസീൻ്റെ എലമെന്റ്സ് ഒക്കെ നോക്കി വെക്കുക. പിന്നെ ഈ ഷോട്ടുകളുണ്ടല്ലോ അത് നോക്കി വെക്കുക. മൊണ്ടാഷ് തിയറി എങ്ങനെയാണ് സൈക്കോ മൂവിക്കകത്ത് വന്നതെന്നുള്ളത് നോക്കി വെക്കുക. അതൊക്കെയെന്ന് വെച്ചാൽ കഥ കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മൊണ്ടാഷ് എന്തുവാണെന്ന് നിങ്ങൾ ആ ഒരു ഡെഫിനിഷനും കൂടെ പഠിച്ച് അത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ എഴുതാൻ സാധിക്കും. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷവർ സീനൊക്കെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും നിങ്ങൾ യൂട്യൂബ് ചാനലിനകത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ഡൗട്ടോ അല്ലെങ്കിൽ നോട്ട്സോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. താങ്ക് യു.